ഹായ് ഹലോ, സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങാണ് പല്ലവിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ചടങ്ങ് തുടങ്ങിയ സമയത്ത് തന്നെ ചില അശുഭം ഇല്ലാത്ത, നമ്മൾ ശുഭമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ശുഭമല്ലാത്ത ചില സൂചനകൾ അവിടെ നടക്കുകയും അതോടുകൂടി പല്ലവിയുടെയും സേതുവിൻ്റെയും നെഞ്ച് തകർക്കുന്ന ചില സത്യങ്ങളും അവിടെ തിരുമേനി വെളിപ്പെടുത്തി. പല്ലവി ആദ്യം തന്നെ വിളക്ക് കത്തിച്ചപ്പോൾ വിളക്ക് കെട്ടടങ്ങുകയും പിന്നെ പൂർണിമ സേതുവിൻ്റെ ജാതകം കൈമാറിയപ്പോൾ ജാതകം തറയിൽ വീഴുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അതോടുകൂടി തന്നെയാണ് അവിടെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പിന്നെ അവിടെ അരങ്ങേറിയത്. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇനി ഈ വിവാഹം നടക്കുമോ അതോ നടക്കത്തില്ലേ? വിവാഹം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പല്ലവി വിളക്ക് കത്തിച്ചപ്പോൾ വിളക്ക് കെട്ടടങ്ങി, എങ്കിലും കുഴപ്പമില്ല. വീണ്ടും പല്ലവി വിളക്ക് വീണ്ടും കത്തിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമാണ് പൂർണിമ ജാതകം തിരുമേനിയുടെ കയ്യിൽ കൊടുത്തത്. എന്നാൽ പല്ലവിയുടെ ജാതകം കൊടുത്തപ്പോൾ തറയിൽ വീണില്ല. എന്നാൽ സേതുവിൻ്റെ ജാതകം കൊടുത്തപ്പോൾ തിരുമേനിയുടെ കയ്യിൽ നിന്നും ജാതകം തറയിൽ വീഴുകയാണ് ചെയ്തത്. പല്ലവിയുടെ ജാതകത്തിൽ യാതൊരു കുഴപ്പമില്ല, എന്നാൽ സേതുവിൻ്റെ ജാതകത്തിലാണ് ചില ദോഷങ്ങൾ കാണുന്നത് എന്ന് തിരുമേനി പറഞ്ഞു. അതിന് നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരുടെ വിവാഹം മുടങ്ങാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും പൂജയോ കർമ്മങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് തിരുമേനി പ്രശ്നം വെച്ച് നോക്കി. പ്രശ്നം വെച്ചപ്പോൾ അതിൽ കണ്ടത് സേതുവിൻ്റെ അമ്മ കരയുന്ന, അല്ലെങ്കിൽ അമ്മയുടെ സങ്കടമാണ് ഈ ഒരു പ്രശ്നത്തിൽ കാണാൻ സാധിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂർണിമയോട് ചോദിച്ചു, ഇത് സേതുവിൻ്റെ അമ്മയാണോ, യഥാർത്ഥ അമ്മയാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ സേതുവിൻ്റെ വളർത്തമ്മയാണ്, സേതുവിൻ്റെ പെറ്റമ്മ ലക്ഷ്മിയാണ് എന്ന് പറയുകയും, എന്നാൽ ലക്ഷ്മിയെ പറ്റി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ലക്ഷ്മി എവിടെയാണെന്ന് അറിയത്തില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്ന് അവിടുത്തെ തിരുമേനിയോട്, ആ ഒരു പ്രശ്നം വയ്ക്കാൻ വന്ന തിരുമേനിയോട് പൂർണിമ പറയുകയും, എന്നാൽ അത് കണ്ടുപിടിക്കണം, സേതുവിൻ്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കുകയും എന്നിട്ട് ആ അമ്മയെ തിരിച്ചു കൊണ്ടുവരണം, ആ അമ്മയുടെ സങ്കടം എന്താണ് എന്ന് മാറ്റണം, ആ സങ്കടം മാറ്റിയാൽ മാത്രമേ ഈ വിവാഹത്തിൽ ഒരു പ്രശ്നവും കൂടാതെ നടക്കത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ വിവാഹം നീണ്ടു പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ തടസ്സങ്ങൾ കാണാം, എന്തെങ്കിലും അകാല മൃത്യു വരെ സംഭവിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ വിവാഹത്തിൽ ഉണ്ടാകും, ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല എന്നുകൂടി തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം നടക്കണം സന്തോഷത്തോടു കൂടി. പല്ലവിയും സേതുവും ആഗ്രഹിച്ചതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് ഈ സേതുവിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യുമെന്നും അറിയത്തില്ല. ഭയങ്കര സങ്കടത്തിലാണ് സേതു. എന്നാൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ സേതു സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇനി ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഉറക്കം വരത്തില്ല എന്ന് അച്ചു തീരുമാനിച്ചു. അന്ന് അച്ചുവിൻ്റെ അച്ഛനായ മാധവൻ, അതായത് സേതുവിൻ്റെയും അച്ചുവിൻ്റെയും അച്ഛനായ മാധവൻ മരിക്കുന്നതിന് മുന്നേ തന്നെ അച്ചുവിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചുവിനെ മാത്രം വിളിച്ചിട്ടാണ് ആ രഹസ്യം പറഞ്ഞത്. ആ രഹസ്യം പറയാനായിട്ട് അച്ചു ശ്രമിച്ചതാണ്. പക്ഷേ അന്ന് കുറുപ്പേട്ടൻ അത് തടഞ്ഞു. എന്നാൽ എന്താണ് മാധവൻ മരിക്കുന്നതിന് മുന്നേ അച്ചുവിനോട് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ആ രഹസ്യം എന്താണെന്നോ ഇന്ന് വരെയും അച്ചു അത് തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അച്ചു ആ സത്യം തുറന്നു പറയാനായിട്ട് പോകുവാണ്. ആ സത്യം തുറന്നു പറയുന്നതും ആ സത്യം സേതുവിനെ സംബന്ധിച്ചുള്ള സത്യമാണെന്ന് കൂടി അച്ചു പറഞ്ഞു. അപ്പോൾ സേതുവിനോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ചു പറഞ്ഞത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സേതുവേട്ടനോട് പറയാനുണ്ട്. ഞാൻ സേതുവേട്ടനെ ചതിക്കുകയാണ് ഇത്രയും നാൾ ചെയ്തിരുന്നത്. ഇനിയെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറയുകയും, അന്ന് മരിക്കുന്നതിന് മുന്നേ അച്ഛൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സേതുവേട്ടൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങൾ കുറുപ്പമ്മാവിന് അറിയാമെന്നും അച്ചു പറഞ്ഞു. എന്നാൽ ഞാൻ ആ സത്യങ്ങൾ സേതുവേട്ടനോട് തുറന്നു പറയാനായിട്ട് വന്നപ്പോൾ കുറുപ്പമ്മാവൻ എന്നെ തടഞ്ഞു. എന്നിട്ട് കുറുപ്പമ്മാവൻ എന്നോട് പറഞ്ഞത്,
ഇപ്പോൾ അച്ചു ഈ സത്യങ്ങൾ സേതുവിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സേതു ഉറപ്പായിട്ടും സേതുവിൻ്റെ അമ്മയെ തേടി പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏട്ടനെ നഷ്ടമാകും, ഒരിക്കലും സേതു തിരിച്ചു വരത്തില്ല എന്ന് കൂടി പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടനെ വേണം എന്ന് തോന്നി, ഈ വീടിന് ഏട്ടനെ വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നിയെന്ന് കൂടി അവിടെ സേതുവിനോട് അച്ചു പറയുകയും, എന്നാൽ അച്ചുവിനോട് നന്ദിയാണ് പറഞ്ഞത്. ഇത്രയും നാൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് നീ ഒരു മനസ്സ് കാണിച്ചല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം പൂർണിമയെ അറിയിച്ചു. പൂർണിമ കുറുപ്പമ്മാവനെ കണ്ടു. കുറുപ്പമ്മാവനെ കണ്ടതിന് ശേഷം ലക്ഷ്മിയെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ എനിക്ക് എവിടെയാണ് ലക്ഷ്മി ജീവിച്ചിരിക്കുന്നത് എനിക്കറിയാം, എന്നാൽ ഞാനത് പറയാത്തതിന് എൻ്റേതായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്, എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സേതു ലക്ഷ്മിയെ തേടി പോകും. എന്നാൽ ലക്ഷ്മി വരുന്നതോടുകൂടി ഇപ്പോഴുള്ള പൊന്നുമടത്തിലുള്ള സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടമാകും. പൂർണിമയ്ക്ക് പലതും നഷ്ടമാകേണ്ടി വരും, നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ കുറുപ്പമ്മാവൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും ലക്ഷ്മിയെ തേടി പോകാൻ പാടില്ല, ലക്ഷ്മി ഇവിടേക്ക് തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ, പൂർണിമ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും പൊന്നുമടത്തിൽ നടക്കാൻ പോകുന്നത്. അത് പലരുടെയും ജീവിതത്തെ തകർക്കും എന്നുകൂടി കുറുപ്പമ്മാവൻ ഒരു സൂചന നൽകി. എന്നാൽ ആ വിവാഹം നടക്കാതെ പോകുന്നത് ഈ ഒരു ഉറപ്പായിട്ടും ലക്ഷ്മിയുടെ ആ വേദനകളായിരിക്കാം, ലക്ഷ്മിയെ കാണാൻ പറ്റാത്ത സേതുവിൻ്റെ വേദനകളായിരിക്കാം. അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ലക്ഷ്മി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സേതുവിനും സന്തോഷം തോന്നും. ലക്ഷ്മി വരുന്നതോടുകൂടി എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വന്നാലും, പൊന്നുമടത്തിലെ സ്വത്തുക്കളോ എന്ത് വേണോ ചോദിച്ചാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എന്ത് കൊടുത്താലും ലക്ഷ്മി ഇവിടെ വരണം, സന്തോഷത്തോടുകൂടി തൻ്റെ മകനൊപ്പം ജീവിക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ. ഇനിയും സേതു സങ്കടപ്പെടാൻ പാടില്ല എന്ന് പൂർണിമ ഉറപ്പിച്ചു. എന്ത് നഷ്ടം സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് കൂടി പൂർണിമ ഉറപ്പിച്ചപ്പോൾ കുറുപ്പമ്മാവൻ ഒരു കാര്യവും കൂടി അവസാനമായിട്ട് പറഞ്ഞു. ഞാൻ ലക്ഷ്മിയെ ഇവിടേക്ക് കൊണ്ടുവരാം, പക്ഷേ അന്ന് കൊണ്ടുവരുമ്പോൾ പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് പൂർണിമ എന്നോട് ചോദിക്കരുത്. കുറുപ്പമ്മാവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുകൂടി കുറുപ്പമ്മാവൻ പറഞ്ഞിട്ടാണ് പോയത്. എന്ത് നഷ്ടവും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പൂർണിമയും ഉറപ്പിച്ചു. ഇതിനിടയിൽ ഋതു തീരുമാനിച്ച ആ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിന് പോയി. മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു. ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അവിടേക്ക് വന്നു. ആ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ടാണ് ഇന്ദ്രൻ വന്നത്. എന്നാൽ ഇന്ദ്രൻ വന്ന പാടെ തന്നെ അവിടുത്തെ ഓഫീസിൽ തൻ്റെ പേര് മാറ്റിയാണ് പറഞ്ഞത്. നീലകണ്ഠൻ എന്നാണ്, ജിത്തു നീലകണ്ഠൻ എന്നാണ് അവിടെ ഇന്ദ്രൻ അവരോട് പേര് മാറ്റി പറഞ്ഞത്. ഇന്ദ്രജിത്ത് എന്നുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഋതു മനസ്സിലാക്കുമോ എന്നുള്ളൊരു കാരണം ഋതു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്ദ്രൻ അവിടേക്ക് പോയത്. അങ്ങനെ ഋതുവിനൊപ്പം സൗഹൃദം കൂടാനായിട്ട് ശ്രമിച്ചു. ആദ്യം തന്നെ ഋതുവിൻ്റെ കയ്യിലുള്ള പേന, തൻ്റെ കയ്യിൽ പേനയില്ല, അതുകൊണ്ട് ഫോം പൂരിപ്പിക്കാനായിട്ട് പേന തരാമോ എന്ന് ചോദിച്ചു. എന്നാൽ ഋതു ഒന്നും മിണ്ടിയില്ല, താൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ അവിടുത്തെ ആ ഒരു മഠത്തിലെ ആ ഒരു ധ്യാന കേന്ദ്രത്തിലെ സ്വാമിജി വരികയും എന്നിട്ട് അവസാനം വന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രനും ഋതു എണീറ്റ് നിന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരുമാണ് അവസാനം വന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇനി ഒരു റൂം മാത്രമേ ബാക്കിയുള്ളൂ, 2 റൂമില്ല. അതുകൊണ്ട് ഒരാളെ മാത്രമേ ഇവിടെ താമസിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അത് ഈ പെൺകുട്ടിക്ക് തന്നെ കൊടുത്തോളൂ, എനിക്ക് റൂമും എൻ്റെ ആവശ്യമില്ല, എൻ്റെ വീട് അടുത്ത് തന്നെയാണ്, ഞാൻ പോയി വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ശരി. ഇന്ദ്രൻ്റെ ഈ ഒരു മനസ്സിനെ സ്വാമിജി ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു. എന്നാൽ ഋതുവിനും ഒരുപാട് സന്തോഷം തോന്നി. ഋതു അയാളോട് താങ്ക്സ് പറഞ്ഞു. നിങ്ങൾ അവസാനമായിട്ട് റൂം ഒഴിഞ്ഞു തന്നതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ അതിനുശേഷം ഋതു ആ ഫോം കൊണ്ട് കൊടുക്കാൻ പോയി. എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന ഇന്ദ്രന്റെ മുഖഭാവമായിരുന്നില്ല, താൻ എന്തോ നേടാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു മുഖഭാവമായിരുന്നു ഇന്ദ്രന്റെ മുഖത്ത് തെളിഞ്ഞത്. അവിടെ ഋതുവിനെ ഉറപ്പായിട്ടും എന്തായാലും പല്ലവിയെ തനിക്ക് കിട്ടിയില്ല. എന്നാൽ താൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടാത്തത് കൊണ്ട് മറ്റാർക്കും ആ ജീവിതം കിട്ടാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ദ്രൻ ഋതുവിനെ കയ്യിലെടുക്കാനായിട്ട് ആ ധ്യാന കേന്ദ്രത്തിൽ വന്നത്. അതോടുകൂടി പല്ലവിയുടെ ജീവിതങ്ങൾ മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇന്ദ്രന് ഒരുപാട് മാറ്റം സംഭവിച്ചു. എന്നാൽ ഉടനെ ഒന്നും എനിക്ക് പല്ലവിയുടെ വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് വിശ്വജിത്ത് പാറുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ
തന്റെ ഭർത്താവുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് പാറുവും തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പല്ലവിയുടെ മുഖത്തോടുകൂടി ആ ഒരു ടെൻഷൻ നിറഞ്ഞ പല്ലവിയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണും. അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഒരുപാട് നാളത്തെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയതും സേതുവിനൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചതും. എന്നാൽ ആ ഒരു വിവാഹം അവസാനം വലിയൊരു കലഹത്തിലേക്കാണ് എത്തി നിൽക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ദ്രൻ ഇനി ഋതുവിനെ കയ്യിലെടുത്തുകൊണ്ട് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം തകർക്കാനായിട്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.